വൈക്കം സത്യാഗ്രഹത്തിന്റെ തമിഴ് തലൈവർ തന്തൈ പെരിയാറിന്റെ ഓർമ്മകൾ ഇനി കൂടുതൽ ജ്വലിക്കും. വൈക്കത്ത് നവീകരണം പൂർത്തിയായ തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. വൈക്കം വീരൻ എന്നറിയപ്പെടുന്ന തന്തൈ പെരിയാറിന്റെ ചരിത്രം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. സാമൂഹിക നവോത്ഥാനത്തിന്റെ നവഗീതം രചിച്ച വൈക്കം സത്യാഗ്രഹം കേരള ചരിത്രത്തിന്റെ സുവർണ അധ്യായമാണ്. സത്യാഗ്രഹത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ ജ്വലിക്കുന്ന ഉള്ളടക്കമായി തന്തൈ പെരിയാർ തെളിഞ്ഞു നിൽക്കും. തിരുവിതാംകൂറുകാർ അവരുടെ സ്വാതന്ത്ര്യത്തെ കാത്തുരക്ഷിക്കണം. മഹാരാജാവിനും അദ്ദേഹത്തെ താങ്ങുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനും പീരങ്കികളും വിമാനങ്ങളുമുണ്ട്. സത്യാഗ്രഹികൾക്ക് അഹിംസ, സഹനം, ആത്മശക്തി എന്നീ ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ചെത്തിയ വലിയ ജനക്കൂട്ടത്തെ മുൻനിർത്തി പെരിയാർ E.V. രാമസ്വാമി എന്ന തന്തൈ പെരിയാർ പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച കാലഘട്ടത്തിൽ മുൻനിര നേതാക്കളായ T.K. മാധവൻ, K.P. കേശവമേനോൻ, ബാരിസ്റ്റർ ജോർജ് ജോസഫ് തുടങ്ങിയവർ ജയിലിലായി. തുടർന്നാണ് E.V. രാമസ്വാമി വൈക്കത്തെത്തി സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. ബാരിസ്റ്റർ ജോർജ് ജോസഫും K.P. കേശവമേനോനും വൈക്കത്തെ സ്ഥിതി ചൂണ്ടിക്കാട്ടി പെരിയാർക്കയച്ച കത്ത് വായിച്ച ശേഷമാണ് അദ്ദേഹം വൈക്കത്തേക്ക് പുറപ്പെട്ടത്. സത്യാഗ്രഹത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പെരിയാർ നിരവധി പ്രസംഗങ്ങൾ നടത്തി. ഭരണകൂടം വൈക്കത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ലംഘിച്ച് വീണ്ടും പ്രസംഗിച്ച പെരിയാറിനെയും മറ്റ് 3 നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് അരുവിക്കുറ്റിയിലുള്ള ജയിലിലടച്ചു. തുടർന്ന് പെരിയാറിന്റെ ഭാര്യ നാഗമ്മാൾ വൈക്കത്തെത്തി വനിതകളെ സംഘടിപ്പിച്ച് തിരുവിതാംകൂറിൽ പ്രചാരണം നടത്തി. ജയിൽ മോചിതനായ പെരിയാർ വീണ്ടും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. പിന്നീട് ദേശഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ടാണ് ഭരണകൂടം പെരിയാറിനെ നേരിട്ടത്. ഈ ഉത്തരവും ലംഘിക്കപ്പെട്ടതോടെ 6 മാസം കഠിന തടവായിരുന്നു ശിക്ഷ. പല സ്ഥലങ്ങളിലായി പെരിയാർ നടത്തിയ തമിഴിലുള്ള പ്രസംഗം സിംഹഗർജനം പോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. പിന്നീട് അദ്ദേഹം വൈക്കം വീരനായി മാറുകയായിരുന്നു. തന്തൈ പെരിയാറുടെ സമരമുഖത്തിലെ സാന്നിധ്യവും നേതൃത്വവും പങ്കാളിത്തവും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വഴി നടക്കാൻ, വർത്തമാനം പറയാൻ, സംഘടിക്കാൻ, സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആവിർഭാവമായിരുന്നു. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ആ പോരാട്ടം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന അധ്യായങ്ങളിലൊന്നാണ്. 1985 കേരള സർക്കാർ വൈക്കം വലിയ കവലയിൽ നൽകിയ 84 സെന്റ് സ്ഥലത്ത് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MGR തന്തൈ പെരിയാർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1994 സ്മാരകം പൂർത്തീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സ്മാരകം നവീകരിക്കാൻ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ 8.14 കോടി രൂപ അനുവദിച്ചു. നവീകരണം പൂർത്തിയായ സ്മാരകവും ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും. തന്തൈ പെരിയാറിന്റെ ജീവിതവും സമര പോരാട്ടങ്ങളും വരും തലമുറയ്ക്കും പകർന്നു നൽകാൻ ഉതകും വിധമാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.